ഹലോ ഗൈസ്, ഇച്ചക്ക ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അഞ്ചരക്കണ്ടിപ്പുഴയുടെ അഴിമുഖത്താണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ കപ്പൽ അതിശക്തമായ കടൽക്ഷോഭത്തിൽ 4 വർഷങ്ങൾക്ക് മുമ്പേ കരക്കടിഞ്ഞ കപ്പലാണിത്. വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്യുന്നു ഈ കപ്പലിനെ ഒന്ന് കരയിൽ കയറ്റാൻ വേണ്ടി. ഇപ്പം തന്നെ കപ്പലിൻ്റെ പകുതി ഭാഗങ്ങൾ മാത്രമേ കയറ്റാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയും പകുതി ഭാഗം കടലിലിങ്ങനെ കിടക്കുക. നോക്കുക, ഇനി പകുതി ഭാഗം കടലിലുണ്ട്, അതും കൂടി കരയിലേക്ക് കയറ്റണം. ഈ ദൗത്യം ഏറ്റെടുത്ത വ്യക്തിക്ക് വലിയൊരു സംഖ്യ നഷ്ടമായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഇത്രയും വർഷങ്ങളെടുത്തു ഇതൊന്ന് കരയിലേക്ക് കയറ്റാൻ. ഈ കടലിങ്ങനെ വെച്ചു പോകാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇത് കരയിലേക്ക് കയറ്റുന്നത്. ഇവിടെ 3-4 വർഷമായി 10ഓളം തൊഴിലാളികളാണ് ഇവിടെ നിരന്തരം തൊഴിൽ ചെയ്യുന്നത്. വളരെ കഷ്ടപ്പാടാണ്. കടലിൽ നിന്ന് കപ്പൽ കരയിലേക്ക് കയറ്റാൻ വേണ്ടി നിരന്തരം വ്യക്തിക്കാണ്. കടൽക്കാറ്റും ഉപ്പിൻ്റെ ഓരും കൊണ്ട് ഈ വണ്ടി തന്നെ കര പിടിച്ച മതിലായി. അത്രയും വർഷങ്ങളായി ഇവിടെ ഈ വണ്ടി വന്നിട്ട് ഈ വണ്ടി മൊത്തം കര പിടിച്ചിരിക്കുകയാണ്. ഉപ്പ് കാറ്റാണ് ഇവിടെ. കടൽ തീരത്ത് എപ്പോഴും ഉപ്പ് കാറ്റാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഈ വണ്ടി ഇങ്ങനെ കര പിടിച്ചിട്ടുള്ളത്. കപ്പലിൽ നിറയെ കല്ലുമക്കായാണ് വിത്ത്. കല്ലുമക്കായിൻ്റെ വിത്ത് പിടിച്ചിരിക്കുക. ഇതെല്ലാം ചത്തുപോയി, നാശമായി പോയി. ഇതെല്ലാം ഫുള്ള് കല്ലുമക്കായാണ്. ഇവിടെയുള്ള ആളുകൾ കുറേ ഭാഗം ഇവിടെയുള്ള ജനങ്ങൾ കൊണ്ടുപോയി. ഇതെല്ലാം ഇപ്പോൾ വേര് കൊണ്ട് ചത്ത സ്ഥിതിയിലാണ് ഉള്ളത്. ഓക്കെ, നിറയെ കല്ലുമക്കായകളാണ്. എവിടെ നോക്കിയാലും കല്ലുമക്കായകൾ. ഇതാണ് കേസ് അഞ്ചരക്കണ്ടിപ്പുഴയുടെ അഴിമുഖം. ഇതാണ് അഞ്ചരക്കണ്ടിപ്പുഴ. അഴിമുഖത്താണ് ഈ കപ്പൽ വന്ന് അടിച്ചിട്ടുള്ളത്. ഇത് നിർബന്ധമായിട്ടും മുഴുവനും എടുത്തു മാറ്റണം. അത് നിർബന്ധമാണ്. ഒരു പീസ് പോലും കടലിൽ ഉപേക്ഷിക്കാതെ മുഴുവൻ എടുത്തു മാറ്റാൻ വേണ്ടിയാണ് ഓർഡർ. അതിനുള്ള കഠിന പ്രയത്നത്തിലാണ് ഇവിടെയുള്ള മുഴുവൻ തൊഴിലാളികളും. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ ചവിട്ടി പൊട്ടിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം മറക്കല്ലേ.